പിണറായി വിജയനാണ് എല്ലാത്തിൻ്റെയും കാരണഭൂതനാണ്, അദ്ദേഹം ക്യാപ്റ്റനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാട്ടൊക്കെ ഇറക്കി. അതെ, കാരണം തിരുവാതിരയൊക്കെ ഇറക്കി, അത് നല്ല രസമായിരുന്നു കാണാനൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഒരു ഇതാണ്. എന്നാൽ ഇതിനെയൊക്കെ സ്വയം പുകഴ്ത്തുന്ന പാവപ്പെട്ട പി ജയരാജൻ ഒരു പാട്ട് ഇറക്കിയിരുന്നു. അപ്പം പി ജയരാജൻ ധീരസഖാവ് എന്ന് പറഞ്ഞ നല്ല രസമാണ് കേൾക്കാൻ. പക്ഷെ അതിന് ചെന്താരകം എന്നൊക്കെ പറഞ്ഞു നല്ല ആ പാട്ട് നമ്മൾ വല്ല ദുഃഖമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇരുന്ന് കേട്ടാൽ നമ്മുടെ ആ ദുഃഖങ്ങളൊക്കെ അങ്ങ് അലിഞ്ഞില്ലാതാവും. അപ്പൊ അതിനെ ശക്തമായി വിമർശിച്ചു, പാർട്ടി ശക്തമായി വിമർശിച്ചു. കാരണം ഇത് ഒരു വ്യക്തിപൂജ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അനുവദിക്കില്ല. അവസാനം ഈ ജയരാജൻ ഇപ്പൊ ഈ പാട്ട് പോലും കേൾക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി, പേടിച്ചിട്ടേ. ജയരാജൻ രാത്രിയൊക്കെ 12 മണിക്കൊക്കെ ഇരുന്ന ഈ പാട്ട് കേൾക്കുന്നത്, ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കേൾക്കുന്നത്. കാരണം തൊട്ടടുത്തുള്ള ഭാര്യയും മക്കളും ആരെങ്കിലും കേട്ടാൽ പോലും പുള്ളിക്ക് പേടിയാ, കാരണം അത്രയും താക്കീതായിരുന്നു അന്ന് നൽകിയത്. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യൻ, ആ പിണറായി തന്നെയാണ് ഇപ്പോൾ ഈ തിരുവാതിരയുമായി രംഗത്തിറങ്ങിയത്. പിന്നെ പി കെ ശ്രീമതി എല്ലാം നന്നായിട്ട് തിരുവാതിര കളിച്ചു ആ പാട്ടിനൊപ്പം. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അപ്പൊ